ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാനേ ഈ വ്ളോഗ് എടുത്ത ദിവസം എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശബ്ദമൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ എടുക്കാമെന്ന്. പിന്നെ ഞാൻ ഓർത്തു, അല്ല ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് അല്ലേ, നമുക്ക് വോയിസ് ഓവറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല. അത് കണ്ട കുഞ്ഞി മാഡം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അവളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ്റർഡേ രാവിലത്തെ പ്രത്യേകതയാണത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് സാറ്റർഡേ രാവിലെ മാത്രം അവൾക്ക് കിട്ടുന്നത്, വിച്ച് ഇസ് ചോക്ലേറ്റ് പാൻ കേക്ക്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഈ ഹെൽത്തി ഫുഡൊക്കെ ആയതുകൊണ്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ടി വി കണ്ടുകൊണ്ട് രാവിലത്തെ വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ് അവൾ എൻജോയ് ചെയ്യുന്നതാണ് കാണുന്നത്. എന്നാൽ റെസ്റ്റ് ഓഫ് ദി ഡേ അവൾക്ക് അബാക്കസ് ക്ലാസ്സും ഡാൻസ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. എനിക്കും കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ ഞാനിന്ന് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ എന്നെ ഒന്ന് ചാർജ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഞാൻ ഈ നമ്മുടെ വെള്ളയപ്പം ഉണ്ടല്ലോ, വെള്ളയപ്പത്തിൽ ഒരു മുട്ട ഒഴിച്ച് വെച്ച് കുറച്ച് പെപ്പർ ആൻഡ് സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ ഫിൽഡ് യമ്മി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പിന്നെ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. ഇതുവരെ എല്ലാം ഓക്കെയാണ് കേട്ടോ, ബാക്കി പിന്നെ കാണാം. ഈ ഡയറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പോവാണ്. കുറേ മാസങ്ങളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ഓക്കെ, അത് എവിടേക്കാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. എന്നാൽ ഒരു ചെറിയൊരു ഡ്രിങ്കും കൂടെ നമുക്ക് കുടിക്കാനുണ്ട്. HK വൈറ്റൽസ് ഗ്ലൂട്ടത്തയോണിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ് ഇത്. പോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരെണ്ണം വിധം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് കാണണമെങ്കിൽ ശരിക്കും 3 മാസം 4 മാസത്തോളം എടുക്കും. കാരണം എനിക്ക് ഈ അടുത്തായിട്ടാണ് എന്നെ നേരിട്ട് കാണുന്നവർ, ശില്പ എന്താണ് സ്കിന്നിന് ചെയ്തത്, വാട്ട് ഡിഡ് യു ഡു, എനി ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പം ഐ സ്ട്രോങ്ലി ബിലീവ് അത് ഡയറ്റിലും ഒപ്പം ഇതിനും ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് 600 mg ഗ്ലൂട്ടത്തയോൺ ആണ് ഇതിനകത്തുള്ളത്. പിന്നെ വിറ്റമിൻ സിയും വിറ്റമിൻ ഇ ആൻഡ് ഹൈലൂറോണിക് ആസിഡും ഉണ്ട് ഫോർ സ്മൂത്തർ സ്കിൻ, സോഫ്റ്റർ സ്കിൻ. ശരിക്കും നമ്മുടെ പാടുകൾ, പ്രത്യേകിച്ചും പിമ്പിൾസിന് ശേഷം വരുന്ന ഈ പാടുകൾ, പിന്നെ അൺഈവൻ സ്കിൻ ടോൺ, ബ്രേക്കേജ് തുടങ്ങിയ കുറേ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ എക്സ്ട്രാ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് പകരം ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പം ഹാംഫുൾ എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് നമ്മളെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മളൊരു ഗ്ലാസ് ഓഫ് വെള്ളത്തിൽ നമ്മൾ ഈ ക്യാപ്സ്യൂൾ ഇടാം. അതിനു മുമ്പ് BALA10 എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ കോഡ്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിനാണ് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് അപ്പോൾ നമുക്ക് ആ കളറങ്ങ് വരുന്നതൊക്കെ കാണാം, ആ ഫിസിനെസ്. അപ്പം ഇതൊരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം നമ്മൾ കടക്കുകയാണ് ഇന്നത്തെ പരിപാടികളിലേക്ക്. ആദ്യം തന്നെ തക്കിട്ടോനെ കൊണ്ടുവിടാൻ പോകണം അബാക്കസിലോട്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണെങ്കിലും വിഷ്ണുവേട്ടന് ഇന്ന് വർക്ക് ഉണ്ട്. സോ രാവിലെ തന്നെ പുള്ളി വരാൻ ലേറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാനും കുറച്ച് ടൈഡപ്പാണ്. അപ്പോൾ ഡേ ടൈമിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഞാൻ വണ്ടിയിലേക്ക് പോകുമ്പോൾ തക്കിയിട്ട് വേറൊരു റൂട്ട് എടുത്തിട്ട് വേറൊരു സ്ഥലത്തു നിന്ന് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് മൈ ഗേൾ. ഇപ്പോൾ വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ വേറൊരു കാര്യം മറന്നത്, തക്കിയിട്ട് വാച്ച് എടുത്തിട്ടില്ല എന്നുള്ളത്. ഇത് വെറും സമയം നോക്കുന്ന വാച്ച് അല്ലാത്തതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റിയില്ല, കാരണം അതിനകത്ത് സിം കാർഡ് ഉണ്ട്. ഇതുപോലെ എനിക്ക് എമർജൻസി പർപ്പസിന് തക്കിട്ടൂനെ റീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ തക്കിട്ടൂനെ എന്നെ റീച്ച് ചെയ്യണം, പക്ഷേ അടുത്ത് ഫോണൊന്നുമില്ല, അഡൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ്. അപ്പോൾ ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ മാത്രം ഞാൻ വാങ്ങിച്ചതാണ്, ഓൺലൈൻ നോക്കിയിട്ട്. അപ്പം അത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ I've been eagerly waiting for this, which is മൃദുവിൻ്റെ Pure Allure is launching its flagship store very soon. ആൻഡ് അതിൻ്റെ ഒരു സ്നീക്ക് പീക്കിന് മുമ്പ്, ഇനോഗ്രേഷന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് അവളെ കാണാൻ വേണ്ടി പോവാണ്. ഞാനവിടെ എത്തി. അപ്പോൾ ഇത് കലൂരാണ് വരുന്നത്. എക്സാക്ട് ലൊക്കേഷൻ ഞാൻ അന്നത്തെ ദിവസം ഇനോഗ്രേഷൻ ഡേ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഐ എം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. അതിന് മുമ്പ് ഇതേ കണ്ട കൊതുവിൻ്റെ ബാറ്റൊക്കെ ആയിട്ടാണ് അവൾ നടക്കുന്നത്. കാരണം ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ടും കൂടിയാണ് ആൾ. കാരണം സമ്മതിക്കണം, ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഷീസ് ബീൻ ഡൂയിങ് ഇറ്റ് ഓൾ ബൈ ഹെർസെൽഫ്. ഓൾമോസ്റ്റ് 9 years ആയി അവളുടെ ഈ സ്വപ്നം സത്യമായിട്ട്. ആൻഡും ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറും കൂടെ തുടങ്ങുന്ന ആ ഒരു സ്പിരിറ്റിൽ നിൽക്കുമ്പോൾ ഇറ്റ് ഹാസ് ബിക്കം ട്രൂലി ഇൻസ്പയറിങ്. ഹെർ എൻറ്റയർ ഓൺട്രപ്രിനർഷിപ്പ് ജേർണി തന്നെ ഭയങ്കര ഇൻസ്പയറിങ് ആണ്. അപ്പോൾ നമുക്ക് അതിനൊക്കെ കുറച്ച് മേ ബി ഒരു ദിവസം ഒരു ഫൺ ചാറ്റ് മൃദുവായിട്ട് എടുക്കാം അല്ലേ.
അപ്പോൾ കുറച്ച് നേരം അവളൊക്കെ ആയിട്ട് സൊറ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. ഇനി അടുത്ത 5 ദിവസത്തിനുള്ളിലാണ് അവളുടെ ഇനോഗ്രേഷൻ. അപ്പം ആ പരിപാടികളൊക്കെ ഞാൻ അന്നത്തെ ദിവസം വ്ളോഗ് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വന്നു. ഒരു 1.5 മണിക്കൂറിന് ശേഷം തക്കിട്ടുവിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ തക്കിട്ടു ഇപ്പം തിരിച്ചെത്തും. എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവളുടെ ഫുഡും കൊടുത്ത് ഞാനും ഫുഡും കഴിച്ചിട്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഏഷ്യനെറ്റിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഒരു പുതിയ വരാൻ പോകുന്ന ഒരു ഷോൻ്റെ മീറ്റിംഗ് ആണ്. അപ്പോൾ സർഗു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും തക്കിട്ടൂന്നൊന്ന് പറഞ്ഞ് വീട്ടിൽ ചേച്ചി ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ചേച്ചിയുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കും, ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അടുത്ത കുറച്ചൊരു കൺവിൻസിങ് ചടങ്ങാണ് തക്കിട്ടൂന്. എന്നിട്ട് അത് കഴിഞ്ഞ് എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല അവിടുന്ന്, പക്ഷേ നമുക്ക് അവിടെ നോക്കാം. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോകാൻ റെഡിയായി. തക്കിട്ടൂനെ നന്നായിട്ട് കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വേഗം പോയി വരാമെന്നും പറഞ്ഞിട്ട്. ഈ ചുരിദാറുണ്ടല്ലോ, പ്രത്യേകിച്ച് എനിക്ക് ഇടാൻ വലിയ ഒക്കേഷനൊന്നും ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ചുരിദാർ ഇടാൻ. ഇതൊരു എക്സിബിഷന് പോയപ്പം സെൻറ്റ് തെരേസാസ് കോളേജിൽ നടന്നൊരു എക്സിബിഷനിൽ ഞാൻ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സൽവാർ സൂട്ടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പിന്നെ ഒരു പൊട്ടൊക്കെ തൊട്ട് ഒരു വെറൈറ്റിക്ക് കുറച്ച് ശാലീന സൗന്ദര്യത്തോടെ പോകാമെന്ന്. ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷേ രണ്ടും കൽപ്പിച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ ഞാൻ കുറേ നാളായി സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ട് സെറ്റിൽ പോയിട്ട്, കഴിഞ്ഞ സീസണിൻ്റെ സെറ്റിലാണ് പോയപ്പോൾ. ഇപ്രാവശ്യം മിഥുൻ ചേട്ടനും ഞാനും കൂടെ ടെലിവിഷൻ അവാർഡ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി സർഗു ചേട്ടൻ പറഞ്ഞു നീ നേരെ സ്റ്റുഡിയോയിലോട്ട് പോവാന്ന്. അപ്പോൾ ഞാൻ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ എത്ര ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. വെറുതെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഒരു ലുക്ക് റിവീലായാലോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ നേരെ പോവാണ് ഏഷ്യനെറ്റിലോട്ട്. അവിടെ എത്തിയിട്ട് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സ്റ്റാർ സിംഗറിൻ്റെ PCR റൂം. ഇവിടെ അങ്ങനെ എല്ലാവർക്കും എൻട്രി ഇല്ല. സ്റ്റാർ സിംഗറിൻ്റെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്ന സ്പേസാണിത്. സർഗു ചേട്ടൻ അവിടെ അടുത്ത് ഹരീഷ് ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. സർഗു ചേട്ടൻ ശരിക്കും സരിഗമപ്പയിലൂടെ നമ്മുടെ കേരളത്തിൽ തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോൻ്റെ ഫേസ് മാറ്റിയ ഒരാളാണ്. അതിനുശേഷം സ്റ്റാർ സിംഗർ, ബിഗ് ബോസ്, ഹീസ് ഗോട്ട് സോ മെനി ലോറൽസ് ഓൺ എ ഷോൾഡർ. വർഷങ്ങളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം സർഗു ചേട്ടൻ എനിക്ക് ഡിയർ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റേഴ്സിൽ ഒരാൾ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ നല്ല 2-3 പാട്ടുകളൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കേട്ടു. അതിന് ശേഷം അകത്ത് പോയി മിഥുൻ ചേട്ടനെയും എല്ലാവരും മീറ്റ് ചെയ്ത് ചെറിയ രീതിയിലുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറേ മെമ്മറീസ് ആയിരുന്നു. ഡാൻസിങ് സ്റ്റാർസിൻ്റെ കംപ്ലീറ്റ് സ്കെഡ്യൂൾസ് ഈ സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ. അപ്പം മൊത്തത്തിൽ എനിക്ക് കുറേ മെമ്മറീസ് റഷ് ചെയ്തു പെട്ടെന്ന്. എന്തിനാ അവിടെ ആംബുലൻസ് എന്നല്ലേ, നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഒരു സേഫ്റ്റിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാവും. ഞാൻ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കയറാൻ പോയി, പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഞാൻ ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് ദെയർ ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു വർക്ക് ഔട്ട് ടുഡേ. അപ്പോൾ ഞാൻ ഒരു എക്സ്ക്യൂസും പറയുന്നില്ല. ഇന്ന് ടയേർഡ് ആണെങ്കിൽ പോലും ഞാൻ ഇന്നിപ്പോൾ വർക്കൗട്ടിന് എന്തായാലും പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഞാൻ എപ്പോഴും ഓർക്കണ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജിമ്മിലോട്ട് പോകാനെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ഇനേർഷ്യയാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. കാരണം അപ്പോൾ എനിക്ക് തോന്നും മുടക്കാമെന്ന്. പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ വിചാരിക്കും വേണ്ട, അവിടെ എത്തുന്നവരെയുള്ള പ്രശ്നമില്ല, എത്തിക്കഴിഞ്ഞാൽ ശരിയാവുന്നു. അപ്പം ഡയറ്റും ഓഫ് കോഴ്സ് വെയ്റ്റ് ലോസും ഒക്കെ കെയർഫുള്ളാണ്. പക്ഷെ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ബോഡി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനാണ്. കാരണം പെട്ടെന്ന് വീക്കാവുന്ന, ഫെറ്റീഗ്ഡ് ആവുന്ന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ഐ തിങ്ക് ദിസ് റെഗുലർ വർക്കൗട്ട് ഷുഡ് റിയലി ഹെൽപ്പ്. ആൻഡ് എത്ര വൈകിയാലും ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. സോ ലെറ്റ്സ് ഹെഡ് ടു ദ ജിം. അപ്പം ഇതാണ് എൻ്റെ ട്രെയിനർ അമർ. അപ്പോൾ അമർ എനിക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും, അതനുസരിച്ചിട്ട് ഞാൻ ഫോളോ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തെറ്റ് ഉണ്ടെങ്കിൽ അമർ അപ്പം തന്നെ എനിക്ക് 2 ഡോസ് തരും. അതായത് ഹീസ് എ വെരി എഫിഷ്യൻറ്റ് ട്രെയിനർ ആക്ച്വലി. അപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഞാനിവിടെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീട്ടിൽ പോവും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് ദിസ് ഡിഫറെൻറ്റ് വ്ളോഗ്. യൂഷ്വലി ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യാറില്ല വോയിസ് ഓവർ വെച്ചിട്ട്, ബട്ട് ഐ തോട്ട് വൈ നോട്ട്. അപ്പോൾ ബാക്കി ഇനി അടുത്ത എപ്പിസോഡിലാവട്ടെ.